കേരളത്തിന് വീണ്ടും കേന്ദ്രത്തിന്റെ കരുതൽ. വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് കേന്ദ്രം അംഗീകാരം നൽകി കഴിഞ്ഞു. അങ്ങനെ സംസ്ഥാനത്ത് അധികമായി 100 സീറ്റുകൾ കൂടി എത്തുകയാണ്. രാജ്യത്താകെ 2470 MBBS സീറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൽ 100 സീറ്റുകൾ കേരളത്തിന്. ദിസ്ന സുരേഷ് നൽകും കൂടുതൽ വിവരങ്ങൾ. ദിസ്ന. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും കേന്ദ്രത്തിന്റെ ഒരു കരുതൽ കേരളത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഓണസമാനമായി തന്നെ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾക്കാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭിച്ചിട്ടുള്ളത്. എന്തായാലും 50 സീറ്റുകൾ വീതം അത്തരത്തിൽ 100 സീറ്റുകളാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ, അതായത് കേന്ദ്രം കേരളത്തെ പരിഗണിച്ചു എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട് മെഡിക്കൽ കോളേജിൽ 115 അധ്യാപക തസ്തികകളും 25 അനധ്യാപക തസ്തികകളും ഉൾപ്പെടെ അങ്ങനെ 100 MBBS സീറ്റുകൾ കൂടുതലായിട്ട് കേന്ദ്രത്തിന് അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല, ഏറ്റവും പ്രധാനം വയനാട്, കാസർഗോഡ് ജില്ലകളിൽ മെഡിക്കൽ കോളേജുകൾ എത്തുന്നു. ഈ വയനാട്, കാസർഗോഡ് മെഡിക്കൽ കോളേജുകൾക്ക് കേന്ദ്രത്തിൻ്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസമാണ് കാസർഗോഡുകാർ കൂടുതലായും ആശ്രയിക്കുന്നത്. ഒന്നുകിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ മംഗലാപുരം മെഡിക്കൽ കോളേജ് ആയിരുന്നു. ഇപ്പോൾ ഇനി കാസർഗോഡ് സ്വന്തമായി മെഡിക്കൽ കോളേജ് എത്തുമ്പോൾ അവിടത്തുകാർക്ക് ലഭിക്കുന്ന ആശ്വാസം ചെറുതല്ല. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ള ജില്ലയാണ് കാസർഗോഡ്. അവിടെ അത്യന്താപേക്ഷികമായിരുന്നു സ്വന്തമായി ഒരു മെഡിക്കൽ കോളേജ്, മറ്റ് ആവശ്യത്തിന് മെഡിക്കൽ സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നത്. ഈ ഒരു വലിയ ആവശ്യത്തിനാണ് കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നത്. ഇനി വയനാട്ടിലും കാസർഗോഡും 2 പുതിയ മെഡിക്കൽ കോളേജുകൾ നിലവിൽ വരികയാണ്. വയനാട്ട് ജില്ലക്കാർക്കും സമാനമായി തന്നെ വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. ഇനി ചുരം ഇറങ്ങേണ്ട, അത്യാവശ്യ മെഡിക്കൽ വിദഗ്ധ ചികിത്സയ്ക്കായി. അങ്ങനെ തന്നെയല്ലേ ദിസ്ന? കേരളത്തിന് നൽകിയ കേന്ദ്ര സമ്മാനം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ ജില്ലകളിലുള്ള ആളുകളൊക്കെ തന്നെയും ആശ്രയിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയായിരുന്നു. ഇനിയിപ്പോൾ സ്വന്തമായ ഒരു മെഡിക്കൽ കോളേജ് അനുവദനീയമായിരിക്കുന്നു. 50 MBBS സീറ്റ് വീതമാണ് ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. കാസർഗോഡ് സമാനമായ അവസ്ഥയാണ്. നിരവധി വാർത്തകൾ, ആരോഗ്യ രംഗത്തെ വിവിധ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തക്കതായ ചികിത്സ ലഭിക്കാത്ത പ്രശ്നങ്ങളൊക്കെ തന്നെയും നമ്മൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയമാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 50 സീറ്റുകൾ വീതമാണ് ഇരു മെഡിക്കൽ കോളേജുകൾക്കും അനുവദിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത്തരത്തിൽ 100 സീറ്റുകൾക്കാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതിയാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ അക്കാദമിക് സൗകര്യങ്ങളും ഒരുക്കി വലിയ രീതിയിൽ അത്തരത്തിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ വലിയ ആശ്വാസമായ, അല്ലെങ്കിൽ സമ്മാനം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അനു, തീർച്ചയായും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കരുതൽ കേരളത്തിന്. ഈ ഒരു വാർത്ത ദിസ്ന നൽകുമ്പോൾ ഇനി അടുത്തതായി ദിസ്നയോട് ചോദിക്കാനുള്ളത്, പക്ഷേ കേരളത്തിൻ്റെ സ്വന്തം സർക്കാർ, സംസ്ഥാന സർക്കാർ എന്തിനാണ് വീണ്ടും കേരളത്തിൽ താമസിക്കുന്ന, കേരളത്തിൽ മാത്രമല്ല ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തന്നെ വിശ്വാസി സമൂഹം, ഹൈന്ദവ വിശ്വാസി സമൂഹത്തെ ഇങ്ങനെ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നത് എന്ന ചോദ്യമാണ്. ആ വാർത്തയിലേക്കാണ് ദിസ്ന നമ്മൾ എത്തുന്നത്. കാരണം വീണ്ടും അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് പ്രസ്താവന നടത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ അതേ പ്രസ്താവന തന്നെയായിരുന്നു, ആവർത്തനം തന്നെയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ആവർത്തിച്ചുള്ള പ്രസ്താവന നടത്തുന്നതിൻ്റെ തത്രപ്പാട് എന്താണ് ഉദ്ദേശം എന്നാണ് മനസ്സിലാകാത്തത്. അത് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹവും ഭക്തരുമൊക്കെ ഹൈന്ദവ സംഘടനകളുമൊക്കെ ഒരുപോലെ പറയുന്നത്, ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അപ്പോൾ പണ്ടൊരിക്കൽ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട ഇതേ പാർട്ടി ഭരിച്ച, അല്ലെങ്കിൽ ഇതേ മുഖ്യമന്ത്രി തന്നെ ഇരുന്ന 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ചതൊന്നും ഭക്തർ മറന്നിട്ടില്ല. ആ സമയത്തുള്ള നിലപാടല്ല ഇപ്പോഴത്തേത്. പക്ഷേ ആവർത്തിച്ച് ഈ ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള ഒരു കഠിന ശ്രമത്തിലാണ് CPM എന്ന് തോന്നിപ്പോകും MV ഗോവിന്ദൻ പ്രത്യേകിച്ചും ഇങ്ങനെ ആവർത്തിച്ച് പ്രസ്താവന നടത്തുന്നത് കണ്ടാൽ. അതായത് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇന്നും പറഞ്ഞിരിക്കുകയാണ്. വിശ്വാസികൾക്കൊപ്പം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏത് വിശ്വാസികൾക്കൊപ്പം എന്നാണ് അയ്യപ്പ ഭക്തർ തിരികെ ചോദിക്കുന്നത്? ദിസ്ന.
തീർച്ചയായും അനുമാനം സൂചിപ്പിച്ചതുപോലെ തന്നെ ചെമ്പഴത്തിയിൽ നടന്ന അജയ് രക്തസാക്ഷി ദിനാചരണ പരിപാടിയിലെ പ്രസംഗത്തിലാണ് എം.വി. ഗോവിന്ദൻ ഇത്തരത്തിലൊരു പരാമർശം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുമ്പോഴും ഈ അയ്യപ്പ സംഗമം തങ്ങൾ നടത്തുമെന്ന ഒരു പിടിവാശിയിൽ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രസംഗത്തിലുടനീളം തങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്ന് ഊട്ടി ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഏത് ഘട്ടത്തിലാണ് ഇവർ വിശ്വാസികൾക്കൊപ്പം അല്ലെങ്കിൽ ഈ സർക്കാർ ഉൾപ്പെടെ വിശ്വാസികൾക്കൊപ്പം നിന്നത് എന്നൊരു ചോദ്യം നമുക്കറിയാം. അനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ സംഭവങ്ങളൊക്കെ തന്നെയും പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായതൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് ഇവർ വിശ്വാസി സമൂഹത്തിനൊപ്പം നിന്നത് എന്നൊരു ചോദ്യമാണ് ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം വിവിധ കോണുകളിൽ നിന്ന് വിവിധ വിശ്വാസ സംഘടനകളുടെ ഭാഗത്തു നിന്നാണ് പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത്. അനു, എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇത് സംബന്ധിച്ച് വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിനെതിരെ ഭക്തരും വിവിധ അയ്യപ്പ സംഘടനകളും നിലവിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് പിന്നിലെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നു കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, നിലപാടുകൾ സ്വീകരിക്കുന്നു, ഭക്തരുടെ കൂടെ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുമ്പോഴും ഭക്തരോടുള്ള കടുത്ത നീതി നിഷേധത്തിന്റെ ഒരു കാലഘട്ടം തന്നെയാണ് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ശബരിമലയൊക്കെ തന്നെയും സാമ്പത്തിക സ്രോതസ്സായി മാത്രം കാണാനുള്ള നീക്കമാണ് പിന്നിലെന്ന വിമർശനവും ഇപ്പോൾ നിലവിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ അടക്കം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഒരു സാഹചര്യവും ഉണ്ട്. അതൊക്കെ തന്നെയും വിലയിരുത്തപ്പെടേണ്ടതാണ്. ഈ ഘട്ടത്തിൽ UDF എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ UDF തിരഞ്ഞെടുപ്പ് മുന്നിൽ കാണുന്നു, ഈ വിശ്വാസികളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നു. നമുക്കറിയാൻ സാധിച്ചത് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പിന്തുണയ്ക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതും ഒരു തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഭാഗമായുള്ള നീക്കമാണ് എന്ന് തന്നെയാണ് ഈ വിശ്വാസി സമൂഹത്തിന് കൃത്യമായ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിലൊരു സംഗമം നടത്തുമെന്നും ആ സംഗമത്തിൽ വിശ്വാസികളുടെ ഒപ്പമാണ് തങ്ങളെന്നുമാണ് ഇപ്പോൾ എം.വി. ഗോവിന്ദൻ ഈ പ്രസംഗത്തിലൂടെ വെല്ലുവിളിച്ചിരിക്കുന്നത്. അനു, കൃഷ്ണ, അതോടൊപ്പം തന്നെ ഈ സാധാരണ CPI സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അദ്ദേഹം നമ്മളോട് അടക്കമുള്ള മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് വിവാദമായൊരു വിഷയമാണെങ്കിൽ അത് എടുത്തു പറയേണ്ടി വരും. കാരണം അത്തരം വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചിരിച്ച് അല്ലെങ്കിൽ പുച്ഛഭാവത്തിൽ അതിൽ ഓൾറെഡി മറുപടി പറഞ്ഞാണല്ലോ, ഒരു നിലപാട് വ്യക്തമാക്കിയതാണല്ലോ ഒരിക്കൽ. ഇനി എന്തിനാ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് ശോഭിക്കുന്ന CPI സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പല ദിവസങ്ങളായി അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് എന്തിനായിരിക്കും? തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടി എന്ന് തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു അജണ്ട, ഗൂഢാലോചന എന്ന് തന്നെ നമുക്കിതിനെ വളരെ വ്യക്തമായി പറയാം. ഒരു ഭാഗത്ത് ഭക്തരുടെ കൂടെ നിൽക്കുന്നു എന്ന് ബോധിപ്പിക്കുമ്പോഴും ഇത്തരത്തിൽ ഈ വിശ്വാസിയെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ മൊത്തത്തിൽ ഹനിക്കുന്ന നിലപാടുകളിലേക്കാണ് എം.വി. ഗോവിന്ദൻ കടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ്. ഈ ചെമ്പഴത്തിയിൽ നടന്ന അനുസ്മരണ പ്രഭാഷണ പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ അത് വളരെ വ്യക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രസംഗത്തിലൊക്കെ തന്നെ ചാതുർവർണ്ണ വ്യവസ്ഥയാണ് സനാതന ധർമ്മം എന്ന പേരിൽ നടപ്പിലാക്കിയത്. ദയവായി തുടരുക. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ അതേ കാര്യമാണ്, പക്ഷേ അതിൽ വലിയൊരു അനുഭവമായി ഇപ്രാവശ്യത്തെ CPI സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. കാരണം തുടർച്ചയായ ദിവസങ്ങളിൽ ഒരേ കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ്. CPM വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് എല്ലാ ദിവസങ്ങളും അദ്ദേഹത്തിന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞ് ആരെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ പാടുപെടുകയാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ ഇത് കേൾക്കുമ്പോൾ? എത്തിയിരിക്കുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ്. കാരണം നാളിതുവരെ പറഞ്ഞു വന്നിരുന്നത് പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ സംബന്ധിച്ച് നേരെ വിപരീതമായ അഭിപ്രായങ്ങളാണ്. മാത്രമല്ല, കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുക, അപമാനിക്കുക, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അടിച്ചമർത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് CPMന്റെ സ്ഥിരം പരിപാടിയായിരുന്നത്. ഇപ്പോ CPMന് തങ്ങളുടെ ബേസ്, ഹിന്ദു ബേസ് നഷ്ടമാകുന്നു. അത് വല്ലാത്ത തോതിൽ നഷ്ടപ്പെട്ടു എന്ന തോന്നല് കേരള കാലത്തായിട്ടുണ്ടായി. എന്നുവെച്ചാൽ ഈ പറന്നു നടക്കുന്നതിനെ പിടിക്കാൻ പോയി CPM ഈ ന്യൂനപക്ഷ വോട്ട് കിട്ടും എന്നൊക്കെ കരുതി മുസ്ലിം പ്രീണനം വഴിവിട്ട് നടത്തിക്കൊണ്ട് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു. CPM വർഗീയവാദത്തെയും തീവ്രവാദത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ പറഞ്ഞ പോലെ ഈ മുസ്ലിം വോട്ട് കാര്യമായ രീതിയിൽ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ പിന്നെ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് എങ്ങനെ തിരിച്ചു കിട്ടാം? അപ്പൊ അതിന് ഈ ഞങ്ങളെ വിശ്വാസികൾക്കൊപ്പാണെന്നുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിശ്വാസികൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ഇവരുടെ ഇതൊരു അവസരവാദപരമായ നിലപാടാണ്, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ് ഈ കാണിക്കുന്നതൊക്കെ
ഇവർക്ക് ഒരു കാലത്തും ഹൈന്ദവ വിശ്വാസങ്ങളോട് താല്പര്യം ഉണ്ടായിട്ടില്ല. ഹൈന്ദവ വിശ്വാസങ്ങളെ ഇവര് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി വിശ്വാസികളെ പറ്റിക്കാൻ പറ്റുമൊന്നുമില്ല. അവര് കൃത്യമായിട്ട് CPM-നെ വിലയിരുത്തിയിട്ടുണ്ട്. CPM-ന്റെ ഒരു അടവ് നയമാണ്, അവസരവാദപരമായ നയമാണ്, വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു കാര്യമാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഗോവിന്ദ് മാസ്റ്റർ പ്രസ്താവനയെ നമ്മൾ ആ നിലയ്ക്ക് കണ്ടാൽ മതി. വേറെ അതിനകത്തൊന്നും സംഭവിക്കാനില്ല. ശ്രീ അരൂപ് ബാബു, താങ്കൾ പറഞ്ഞ പോലെ തന്നെ വിശ്വാസികളെ കബളിപ്പിക്കാൻ എന്തായാലും കഴിയില്ല. കാരണം കേരളം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ മുഴുവനും ഒരുപോലെ നടുങ്ങി അല്ലെങ്കിൽ ഒരുപോലെ പ്രതിഷേധിച്ച ഒരു കാഴ്ചയായിരുന്നല്ലോ ഒന്ന് യുവതീ പ്രവേശന വിഷയത്തിൽ ഉണ്ടായതൊക്കെ, അതും ഇതേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ അതൊരു പാർട്ടി പിന്നീട് അത് പാർട്ടിയുടെ രാഷ്ട്രീയപരമായി കൂടി വരുമ്പോഴാണ് വിശ്വാസികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത്. ഈ ഇതിനു മുമ്പുണ്ടായ യുവതീ പ്രവേശന വിഷയത്തിൽ അന്നുണ്ടായ അതേ സംഭവങ്ങൾ ആവർത്തിക്കാനാണോ ഇവർ മനഃപൂർവ്വം ശ്രമിക്കുന്നത് എന്ന ചോദ്യം കൂടി വിശ്വാസികൾ ഉയർത്തുന്നുണ്ട്. ഇതിനകത്തെ ഇപ്പോ അയ്യപ്പ സംഗമം നടക്കുന്ന പാർട്ടി അവര് വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ വിശ്വാസികൾക്ക് ഒപ്പമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ തക്ക രീതിയിൽ വെറുതെ അയ്യപ്പന്മാരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയാൽ മാത്രം പോരല്ലോ. അയ്യപ്പന്മാരോട് മുമ്പ് അവരെടുത്ത സമീപനം എന്താണ്? കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആയിരക്കണക്കിന് കേസുകൾ ചാർജ് ചെയ്ത് അയ്യപ്പന്മാരെ കേസിൽ കുടുക്കിയിട്ടിരിക്കുകയാണ്. അവര് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവര് ശബരിമലയിലെ ആചാരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. അങ്ങനെയുള്ള ഒരു സമരത്തിൽ പങ്കെടുത്തവർക്ക് ഇവിടുത്തെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെയും അമ്മമാരെയും ഒക്കെ കേസിൽ പെടുത്തിയിരിക്കുന്നത് മറുഭാഗത്ത് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞത് ആര് വിശ്വസിക്കാനാണ്? അപ്പോൾ CPM-ന്റേത് ഒരു കപടത നിറഞ്ഞ നിലപാടാണ്. അവര് ഹൈന്ദവ സമൂഹത്തോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് കയ്യും കണക്കില്ല. അവരുടെ നിലപാട് എക്കാലത്തും ഹിന്ദു വിരുദ്ധമായിരുന്നു. ആ ഹിന്ദു വിരുദ്ധ നിലപാട് ഉപേക്ഷിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെയാവും. അപ്പൊ അതുകൊണ്ട് അവർ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. അവരൊരു ധർമ്മസങ്കടത്തിലാണ്. അപ്പോ അതനുസരിച്ച് CPM-ന്റെ നിലപാടിനെ തിരിച്ചറിയുന്ന ആളുകൾ അത് യഥാവിധം ഈ പരിപാടിയെ വിലയിരുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ അരൂപ് ബാബു പ്രതികരിച്ചതിന്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സാധാരണ ഭക്തർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്നെടുത്ത കേസുകൾ പിൻവലിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ കാര്യത്തിൽ മിണ്ടാട്ടവുമില്ല. പക്ഷേ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോവുകയാണ്.